അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടി ശശി തരൂർ കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെ 2 വാർഡുകളിൽ വീടുകൾ കയറിയിറങ്ങുന്ന സ്ഥാപനങ്ങൾ കയറിയിറങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോൺഗ്രസിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നയിക്കുന്നത് കുടുംബാധിപത്യമാണ് എന്ന തരത്തിൽ തരൂർ നടത്തിയ പ്രസ്താവനയ്ക്കെതിരായ വിമർശനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്നതാണ് വസ്തുത. എന്നോടൊപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവ് എം ഹസൻ ചേരുന്നു. ഹസൻജി, ശശി തരൂരിനെതിരെ വലിയ വിമർശനം കോൺഗ്രസിനകത്തു നിന്നുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട്. താങ്കളടക്കം ഒരു പരിപാടിയിൽ വെച്ച് തരൂരുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയെക്കുറിച്ച് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് തരൂർ ഇവിടെ പ്രചാരണത്തിനൊക്കെ എത്തിയത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ അദ്ദേഹം ഒരു നീക്കം നടത്തുന്നതായിട്ടാണോ തോന്നുന്നത്? ഇവിടുത്തെ പാർലമെന്റ് മെമ്പറാണ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. ഈ മണ്ഡലത്തിൽ വരുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ഈ പാർട്ടിയുടെ ഒരു പ്രധാന നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ചുറ്റും സ്ഥാനാർത്ഥികൾ വന്ന് അണിനിരന്നപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങി. അത് സ്വാഭാവികമാണ്. അതും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നെഹ്റു സെന്ററിന്റെ യോഗത്തിൽ, അതും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 136ാം ജന്മദിനം അന്ന് ഞങ്ങളുടെ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച തിരുവനന്തപുരത്ത് കഴിഞ്ഞ 47 വർഷമായി നെഹ്റു സെന്റർ എന്ന പേരിൽ ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ ഐഡിയോളജി പ്രചരിപ്പിക്കുക. ജവഹർലാൽ 2014 ശേഷം ഞങ്ങളുടെ ഒരു പ്രധാന ജോലി എന്ന് പറയുന്നത് നെഹ്റുവിനെതിരായി വരുന്ന ബിജെപിയും അതുപോലെ തന്നെ ഈ സംഘപരിവാറും മോഡി ഗവൺമെന്റും നടത്തുന്ന എല്ലാ തരത്തിലുള്ള പ്രചരണങ്ങളെയും പ്രതിരോധിക്കുക. ഇത് രണ്ടും ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി ഞാൻ ആ യോഗത്തിൽ സംസാരിച്ചു. ശശി തരൂരിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, നിങ്ങൾ മീഡിയക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏത് കോൺടെക്സ്റ്റിലാണ് അദ്ദേഹം പറഞ്ഞത്, എന്താണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നറിയില്ല, വ്യക്തമാക്കട്ടെ എന്ന് പറഞ്ഞു. ഏത് കോൺടെക്സ്റ്റിലാണ് പറഞ്ഞത്, എന്താണ് പറഞ്ഞതെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. നവംബർ 4 ഞാൻ മലയാള പത്രങ്ങളൊന്നുമല്ല വായിച്ചത്. ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ത്രെഡ് ടു ഇന്ത്യൻ ഡെമോക്രസി, തരൂർ. അത് നവംബർ 4 അദ്ദേഹം ഒരു മീഡിയയ്ക്ക് കൊടുത്ത ഇന്റർവ്യൂവിന്റെ ഭാഗമാണ്. അദ്ദേഹം പറയുന്നത് ഈ കുടുംബാധിപത്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു ഭീഷണിയാണ്. അതിന് അദ്ദേഹം പ്രധാനമായും എംഫസൈസ് ചെയ്തിട്ടുള്ളത് നെഹ്റു ഗാന്ധി ഫാമിലി പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ. ഞാനത് വായിക്കേണ്ട കാര്യമില്ല. അതായത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, നൌ ദ ഓപ്പോസിഷൻ ലീഡർ ശ്രീ രാഹുൽ ഗാന്ധി ആൻഡ് പ്രിയങ്ക ഗാന്ധി, ഇവരെല്ലാം ബർത്ത് റൈറ്റ് എന്ന് അദ്ദേഹം പറയുന്ന വാക്കിതാണ്. അവരൊരു ജന്മാവകാശം എന്നുള്ള നിലയ്ക്കാണ് നേതൃത്വത്തിലെത്തിയിട്ടുള്ളത്. അതിനെയാണ് ഞാൻ വിമർശിച്ചത്. നെഹ്റു ഫാമിലി വാസ്തവത്തിൽ അങ്ങനെ ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ആ ഫാമിലി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മാത്രമല്ല, ഈ നമ്മുടെ മതേതര ജനാധിപത്യ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ ആ ഫാമിലി മെമ്പേഴ്സാണല്ലോ ഇവരെല്ലാം. നെഹ്റു, ഇന്ദിരാഗാന്ധിയൊക്കെ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലിയ മഹത്തായ സംഭാവനയാണ്. അതുമാത്രമല്ല, ഒന്നുകൂടി പറയട്ടെ, രാഷ്ട്രത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചൊരു ഫാമിലിയാണ്. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധി ആരും വെറുതെ പോയപ്പോഴേ വഴക്ക് തോന്നിയിട്ട് ദേഷ്യം തോന്നിയിട്ട് വെടിവെച്ചു പോകുന്നതല്ല. അങ്ങനെയുള്ളൊരു ഫാമിലി, അതിലെ ഓരോരുത്തരും നെഹ്റു മുതൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വരെയുള്ള അവരുടെ കഴിവ്, അവരുടെ അർഹത, അവരുടെ ത്യാഗം, രാഹുൽ ഗാന്ധിയെപ്പോലെ ഇത്രയേറെ ത്യാഗനിർഭരമായ സാഹസികമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾ, അദ്ദേഹം കുടുംബാധിപത്യത്തിന്റെ പേരിലാണോ ഈ സ്ഥാനത്ത് നിൽക്കുന്നത്? ജന്മാവകാശമായിട്ടാണോ നിൽക്കുന്നത്? അതാണ് ഞാൻ ചോദ്യം ചെയ്തത്. അപ്പോൾ തന്നെ അങ്ങനെ പറയുമ്പോൾ തന്നെ തരൂരിനോട് ഈ കാര്യങ്ങൾ മാധ്യമങ്ങൾ പിന്നീട് ആരാഞ്ഞപ്പോൾ അദ്ദേഹം ഗാന്ധി കുടുംബത്തെപ്പറ്റി നേരിട്ടൊരു പരാമർശവും ഞാൻ വായിക്കണോ? ഇതാ റിപ്പോർട്ട്. നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ, നിങ്ങളോട് ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ഇതിന്റെ അർത്ഥം എന്താ? ഇംഗ്ലീഷ് വായിച്ചാൽ അദ്ദേഹത്തെ അത്ര പാണ്ഡിത്യമൊന്നുമില്ല, പക്ഷേ ഇംഗ്ലീഷ് വായിച്ചാൽ എനിക്ക് മനസ്സിലാവും. വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. തരൂർ സെറ്റ് ഫോർ ഡിക്കേഡ്സ്, നോക്കൂ, ദി ഫാമിലി ഹാസ് towered over politics. He said the influence of Nehru-Gandhi dynasty, including independent India's first Prime Minister Nehru, PMs Indira Gandhi and Rajiv, and current opposition leader Rahul Gandhi and
Priyanka Gandhi is bound up with the history of India's struggle for freedom. എന്നിട്ട് ഒന്ന് പറയുന്നതെന്നറിയോ? ചെറിയ അക്ഷരമായതുകൊണ്ട് but it has also cemented the idea that the political leadership can be the birthright. ഇതിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അവർ ഉദ്ദേശിച്ചല്ലേ? അദ്ദേഹം ഇത് വായിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം എഴുതിയത് ലേഖനമാണ്, നോട്ട് സ്പീച്ച്. ഈ റിട്ടൺ ആൻ ആർട്ടിക്കിൾ. അതാണ് ഞാൻ. അപ്പോ നെഹ്റു ഫാമിലിയെ ഡൈനാസ്റ്റിയാണ് അതിലെ ഓരോരുത്തരും എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യമേ പറഞ്ഞുള്ളൂ. നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അവരുടെ ഔദാര്യത്തിലാണ് അദ്ദേഹം ഇന്ന് വഹിക്കുന്ന എല്ലാ സ്ഥാനങ്ങളിലും എത്തിയത്. അങ്ങനെ ഒരാൾ നെഹ്റു കുടുംബത്തെ കുറിച്ച് ഇതുപോലെ അത് എന്താണ് കുടുംബാധിപത്യമാണ് നേതൃത്വത്തിലുള്ളവരെന്ന് പറഞ്ഞത് ശരിയായില്ല. മാത്രമല്ല, ഞാനൊരു കാര്യം പറയട്ടെ, കോൺഗ്രസിന്റെ അത്യുന്നത സമിതിയിലെ അംഗമല്ലേ അദ്ദേഹം രാഷ്ട്രീയക്കാരൻ, സാഹിത്യകാരൻ, ബുദ്ധിജീവിയൊക്കെ ആയിരിക്കാം. പക്ഷേ സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ അദ്ദേഹത്തിന് അവകാശം വേണമെങ്കിൽ, സ്വാതന്ത്ര്യം വേണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കോൺഗ്രസിന്റെ ഹയസ്റ്റ് പോളിസി മേക്കിംഗ് ബോഡിയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ച് മാറി നിൽക്കണം. അപ്പൊ അദ്ദേഹത്തിനെതിരെ ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ പ്രസ്താവനകൾ നടത്തുമ്പോഴും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ ദേശീയ നേതൃത്വത്തിന് കഴിയാത്ത AICC ആണ്. ഞങ്ങൾ അത് എന്നെ പോലുള്ള ആളുകൾ AICC മെമ്പർമാരാ, ലീഡർഷിപ്പ്. ഒന്നുകൂടി പറയട്ടെ, അത് കഴിഞ്ഞ് അദ്ദേഹം LK അദ്വാനിയെ കുറിച്ച് ആരോ എന്തോ മോശം പറഞ്ഞിട്ട് ബർത്ത്ഡേ ആശംസിച്ചപ്പോൾ ഒരു മെസ്സേജ് കൊടുത്തതിൽ അദ്ദേഹത്തെക്കുറിച്ച് മോശമായി പറഞ്ഞതിന് അദ്ദേഹം ആരെയാ എന്തിനോട് ഉപദേശിച്ചത്? ഇന്ദിരാഗാന്ധി ആൻഡ് നെഹ്റുവിന്റെ ചൈനീസ് ആക്രമണവും ഇന്ദിരാഗാന്ധിയുടെ ഏതാണ് ബംഗ്ലാദേശോ, ഈ രണ്ട് കാര്യങ്ങൾ. അപ്പോ അദ്വാനിയെ അദ്ദേഹത്തിനെ പുകഴ്ത്താൻ അദ്ദേഹം ഇകഴ്ത്തിയത് നെഹ്റുവിനെയും ഗാന്ധി, ഇത് രണ്ടും ഇന്ദിരാഗാന്ധി. അത് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ശശി തരൂർ തുടർച്ചയായി ഇങ്ങനെ നെഹ്റു ഫാമിലിയെ, കോൺഗ്രസ് ലീഡർഷിപ്പിനെ ഒക്കെ എതിർത്തുകൊണ്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റേതായ കാരണങ്ങളുണ്ടാവും, ഞങ്ങൾക്കാർക്കും ആ കാരണം അറിയില്ല. അത് എന്ത് കാരണത്തിന്റെ പേരിലായാലും പാർട്ടി ഡിസിപ്ലിൻ എല്ലാവർക്കും ബാധകമല്ലേ? അതൊരു കോൺഗ്രസ് വിടുമെന്ന് തോന്നുന്നുണ്ടോ? അതല്ല അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് വിടുന്നതിനേക്കാൾ മാരകമായിട്ടുള്ള ഒരു വിമർശനമല്ലേ? കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ പോളിസീസിനെ എതിർക്കുക, കോൺഗ്രസിന്റെ നേതൃത്വത്തെ എതിർക്കുക. കോൺഗ്രസ് ഈ ഏറ്റവും ശക്തിയായ ആയുധമല്ലേ BJP മോഡിയും കോൺഗ്രസിനെതിരായി ഉപയോഗിക്കുന്ന കുടുംബാധിപത്യം എന്ന വിമർശനം. അതേ ആയുധമെടുത്ത് ശ്രീ ശശി തരൂരിനെ പോലൊരാൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് രണ്ട് കപ്പാസിറ്റി. ഞാൻ KPCC പ്രസിഡന്റായിരുന്ന ആളാണ്. പക്ഷേ പാർട്ടി ലീഡർഷിപ്പ് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്ത് കഴിയും. പക്ഷെ ഞാൻ റിയാക്ട് ചെയ്തത് കഴിഞ്ഞ 45 വർഷമായി നെഹ്റു സെന്ററിന്റെ പ്രസിഡന്റ്, ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ജവഹർലാൽ നെഹ്റുവിനെ BJP നടത്തുന്നത് ഒരു പ്രചരണം ആര് നടത്തിയാലും ഞാൻ നെഹ്റുവിന്റെ ഒരു ആരാധകനാണ്. ഗാന്ധിജിയും നെഹ്റുവിനെയാണ് ഞങ്ങളെല്ലാവരും റോൾ മോഡലായി രാഷ്ട്രീയത്തിൽ കണക്കാക്കുന്നത്. നെഹ്റുവിന്റെ ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് നെഹ്റുവിനെതിരായ വരുന്ന വിമർശനം കഴിഞ്ഞ കാലങ്ങളിലില്ല. നിങ്ങൾ തിരുവനന്തപുരത്തെ പഴയ സംഭവങ്ങളൊന്നും ആലോചിച്ച് നോക്കും. തീൻമൂർത്തി ഭവൻ പ്രൈം മിനിസ്റ്റേഴ്സ് ഭവനാക്കിയപ്പോൾ ഞങ്ങളിവിടെ രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുമ്പിൽ എല്ലാവരും ഈ ശശി തരൂർ 3 കൊല്ലം മുമ്പ് നെഹ്റു സെന്ററിൽ വന്ന് സംസാരിച്ചു. അദ്ദേഹം വന്ന് സംസാരിച്ചപ്പോഴും ഞങ്ങൾ പറഞ്ഞു, നെഹ്റുവിനെതിരായിട്ടുള്ള എല്ലാ ക്യാമ്പയിനും നമ്മൾ പ്രതിരോധിക്കണം. അദ്ദേഹം ഞങ്ങളോട് പ്രതിരോധിക്കാൻ പറഞ്ഞ ആളാണ്. ഇപ്പോ ഞാൻ വേറെ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ അത്യുന്നത സമിതിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ BJPയുടെ പ്രചരണം ആവർത്തിക്കേണ്ടത് ശരിയല്ല. അതിന്റെ ഒരു ഏറ്റവും നല്ലൊരു പാരമ്പര്യം എന്ന് പറയുന്നത് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറി നിൽക്കാം. അദ്ദേഹം MP ആണ്. അദ്ദേഹം MP സ്ഥാനം രാജിവെക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്. ഇനി വീണ്ടും ജനങ്ങളുടെ അടുക്കലേക്ക് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ജനങ്ങൾ റിയാക്ട് ചെയ്തോളൂ. പക്ഷെ ഇപ്പോൾ കോൺഗ്രസിന്റെ ഹയസ്റ്റ് ബോർഡ് MM ഹസനാണ് തരൂരിനെതിരെ ആഞ്ഞടിച്ചത്. ആദ്യം പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കട്ടെ, എന്നിട്ട് വേണം സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാൻ, പ്രത്യേകിച്ചും നെഹ്റു കുടുംബത്തെക്കുറിച്ചും മറ്റും എന്ന് ഹസൻ പറയുകയാണ്.